ഇങ്ങനത്തേക്കൊരു വാർത്ത കാണുമ്പോൾ നമുക്കെങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ പുലിയിറങ്ങിയെന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിലെ ദൗത്യസംഘം മയക്കുവെടിവെച്ച സമയത്ത് അവരുടെ നേർക്ക് പാഞ്ഞെടുത്ത പുലിയെ അവർ സ്വയരക്ഷാർത്ഥം വെടിവെച്ച് കൊന്നു. ഇതിപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ ഗതി എന്തായിരിക്കും? കേസും വക്കോണം കാര്യങ്ങളായിട്ട് അവനിപ്പോൾ ജയിലിലായാനെ. ഒരു 2 വർഷം മുന്നേ ഒരു വാർത്ത ഇതേപോലെ ഉണ്ടായിരുന്നു. നാട്ടിൽ പുലി ഇറങ്ങി, ദൗത്യസംഘം എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് ഒരു നാട്ടുകാരൻ്റെ നേർക്ക് പാഞ്ഞെടുത്ത പുലിയെ ആ പുള്ളി വട്ടം പിടിച്ച് അവസാനം ശ്വാസം മുട്ടി പുലി ചത്തുപോയി എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അയാൾ കേസും വക്കാണൊക്കെ ആയിട്ട് എന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങിയില്ലോ എന്ന് എനിക്കറിയില്ല. ഒരു 4-5 മാസം മുന്നുള്ള ന്യൂസിലും ആൾ കേസിൻ്റെ പുറകെന്നാണ് ഞാൻ ആ ഒരു ന്യൂസ് കേട്ടിരുന്നത്. ഇതെന്താണ്? പൈസ ഉള്ളവനും അധികാരമുള്ളവനും ഒരു നീതി, പൈസ ഇല്ലാത്തവനും വേറെ നീതി. ഈ ഒരു കീഴ്വഴക്കം എന്ന് മാറുന്നോ അന്നേ നമ്മുടെ നാട് നന്നാവുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടല്ലോ, മൃഗങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അതിനെ കൊന്ന് അതിനെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കും, അതിൻ്റെ ടാക്സ് വാങ്ങിക്കൂ, ഖജനാവിലേക്ക് പൈസ കിട്ടട്ടെ, കണ്ടമാനം ആൾക്കാരെ രക്ഷപ്പെടട്ടെ. കഷ്ടപ്പെട്ട് കൃഷി ഇറക്കി ജീവിക്കുന്ന ആൾക്കാരുടെ കൃഷി നശിപ്പിക്കുന്ന എത്രയോ മൃഗങ്ങളുണ്ട്. അവരെയൊക്കെ കൊന്ന് നിങ്ങളിങ്ങനെ സെയിൽ ചെയ്യൂ, ടാക്സ് എന്നിട്ട് ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ചോ. ഇത് വാങ്ങിച്ചു കഴിക്കാൻ ആൾക്കാർ റെഡിയാണ്. അങ്ങനെ ഇതിനൊരു പരിഹാരമാക്കാം. അതല്ലാണ്ട് പൈസ ഉള്ളവർക്കൊരു നീതി, ഭരിക്കുന്നവർക്കൊരു നീതി, ജോലിയുള്ളവർക്ക് അധികാരത്തിലിരിക്കുന്നവർക്കൊരു നീതി, ഒരു ജോലിയും കൂലിയില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും വന്നാൽ അവരുടെ മെക്കിട്ടാണ് എല്ലാവരും കയറുന്നത്. അത് ഏതൊരു കാറ്റഗറിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അധികാരമുള്ളവനെയും പൈസ ഉള്ളവനെ തൊടാൻ ഒരാൾക്കും പറ്റില്ല. തൊട്ടാൽ വിവരം അറിയാം അവർ. അല്ലാത്തവരുടെ മേക്കിട്ട് കയറി തൊടാനൊക്കെ അവർക്ക് പറ്റുള്ളൂ. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളവരുടെ മെക്കിട്ട് കയറി കളിച്ചിട്ടല്ല തൻ്റെ ഇടം ജോലിയുടെ സാമർഥ്യം കാണിക്കേണ്ടത്. അധികാരമുള്ളവൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുക. എന്നിട്ട് ആ തൻ്റെ ഇടം കാണിച്ച് നിങ്ങൾ പ്രൂവ് ചെയ്യും, ഞാനൊരു സത്യസന്ധനായ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.